ലോകത്തിലെ ഏറ്റവും കൂടുതൽ ദീർഘായുസ്സുള്ള രാജ്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ജപ്പാന്റെ പേര് എല്ലായ്പ്പോഴും മുന്നിലുണ്ടാകും. അതിന് കാരണം അവിടുത്തെ ആളുകൾ കൂടുതൽ കാലം ജീവിക്കുന്നു എന്നത് മാത്രമല്ല, പ്രായമായിട്ടും താരതമ്യേന ആരോഗ്യത്തോടെ സ്വയം പര്യാപ്തമായും ജീവിക്കുന്നു എന്നതാണ്. 90 വയസ്സും 100 വയസ്സും പിന്നിട്ട ആളുകൾ സ്വന്തം കാര്യങ്ങൾ സ്വയം ചെയ്യുന്നതും നടക്കുന്നതും സാമൂഹിക ജീവിതത്തിൽ സജീവമായി പങ്കെടുക്കുന്നതും ജപ്പാനിലെ അപൂർവമായ കാഴ്ചയല്ല. ഇത് കാണുമ്പോൾ സ്വാഭാവികമായി ഒരു ചോദ്യം ഉയരും: അവരെന്താണ് വ്യത്യസ്തമായി ചെയ്യുന്നത്? ഈ ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമില്ല. അവരുടെ ജീവിതശൈലി, സാമൂഹിക ബന്ധങ്ങൾ, മാനസിക ആരോഗ്യം, ശാരീരിക പ്രവർത്തനങ്ങൾ തുടങ്ങി പല കാര്യങ്ങളും അതിന് പിന്നിലുണ്ട്. എന്നാൽ ഭക്ഷണ രീതി അതിൽ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ജപ്പാനിലെ ഒക്കിനാവ എന്ന പ്രദേശം ലോകത്തിന്റെ ശ്രദ്ധ നേടിയിട്ടുള്ള സ്ഥലമാണ്. അവിടെ വളരെ കൂടുതൽ വയോധികർ ആരോഗ്യത്തോടെ ജീവിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. അവരുടെ ജീവിതത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ ഗവേഷകർക്ക് മനസ്സിലായത് വലിയ രഹസ്യങ്ങളൊന്നുമല്ല അവിടെയുള്ളത്, മറിച്ച് വർഷങ്ങളായി പാലിച്ചു വരുന്ന ചില ലളിതമായ ശീലങ്ങളാണ്. അവയിൽ ഏറ്റവും പ്രശസ്തമായ ഒരു ആശയമാണ് ഹാരഹാച്ചിബു. അതിന്റെ അർത്ഥം വയർ ഏകദേശം 80% നിറയുമ്പോൾ ഭക്ഷണം നിർത്തുക എന്നതാണ്. ഇത് കേൾക്കുമ്പോൾ ആദ്യം അത്ഭുതം തോന്നാം, കാരണം നമ്മളിൽ പലർക്കും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വയർ പൂർണ്ണമായി നിറഞ്ഞുവെന്ന് തോന്നണം. പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണെങ്കിൽ വിശപ്പ് മാറിയ ശേഷവും കുറച്ചുകൂടി കഴിക്കുന്നത് സാധാരണമാണ്. പക്ഷെ ജപ്പാൻകാരുടെ സമീപനം അല്പം വ്യത്യസ്തമാണ്. അവർ ഭക്ഷണത്തെ വയറ് നിറയ്ക്കാനുള്ള കാര്യമായി മാത്രം കാണുന്നില്ല, ശരീരത്തിന് ആവശ്യമായ ഊർജവും പോഷകങ്ങളും നൽകാനുള്ള മാർഗമായിട്ടാണ് കാണുന്നത്. ഇതിന് പിന്നിൽ ശാസ്ത്രീയമായ കാരണവുമുണ്ട്. വയറ് നിറഞ്ഞുവെന്ന് തലച്ചോറിന് മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് വളരെ വേഗത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ശരീരത്തിന് ആവശ്യമായതിലും കൂടുതൽ ഭക്ഷണം കഴിച്ചു പോകും. ജപ്പാൻകാർ സാധാരണയായി പതുക്കെയാണ് ഭക്ഷണം കഴിക്കുന്നത്. അതിനാൽ ശരീരത്തിന്റെ സന്ദേശങ്ങൾ കേൾക്കാൻ അവർക്ക് സമയം ലഭിക്കുന്നു. വിശപ്പ് മാറിയെന്ന് തോന്നുമ്പോൾ അവർ ഭക്ഷണം നിർത്തുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അവർ കുറച്ചു ഭക്ഷണം കഴിച്ച് പട്ടിണി കിടക്കുകയാണെന്നല്ല, മറിച്ച് ആവശ്യമായ അളവിൽ ഭക്ഷണം കഴിക്കുന്നു എന്നതാണ്. ഇന്ന് ലോകത്ത് അമിതവണ്ണവും ജീവിതശൈലി രോഗങ്ങളും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഈ ഒരു ശീലം പോലും എത്ര പ്രധാനമാണെന്ന് മനസ്സിലാക്കാം. ജപ്പാൻകാരുടെ ദീർഘായുസിന്റെ രഹസ്യം ഒരു പ്രത്യേക ഭക്ഷണത്തിലല്ല, ഭക്ഷണത്തോടുള്ള അവരുടെ സമീപനത്തിലാണ് എന്ന കാര്യം ഇവിടെ നിന്നും വ്യക്തമാണ്. ജപ്പാൻകാരുടെ ഭക്ഷണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മീനെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. അവരുടെ ഭക്ഷണത്തിൽ മീൻ വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണ് വഹിക്കുന്നത്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മീൻ കഴിക്കുന്നത് മാത്രമല്ല, അത് തയ്യാറാക്കുന്ന രീതിയുമാണ്. കേരളത്തിലും മീൻ ഭക്ഷണത്തിന്റെ ഭാഗമാണ്, പക്ഷെ പലപ്പോഴും നാം മീൻ വറുത്താണ് കഴിക്കുന്നത്. ജപ്പാനിൽ മീൻ ആവിയിൽ വേവിക്കുകയോ ഗ്രില്ല് ചെയ്യുകയോ കുറഞ്ഞ എണ്ണയിൽ തയ്യാറാക്കുകയോ ചെയ്യുന്ന രീതികളാണ് കൂടുതലായി കാണുന്നത്. അതുകൊണ്ട് മീനിലുള്ള പോഷകങ്ങൾ കൂടുതൽ നിലനിർത്താൻ കഴിയുന്നു. ഇത് ചെറിയ വ്യത്യാസം പോലെ തോന്നാമെങ്കിലും വർഷങ്ങളോളം തുടർന്നാൽ ആരോഗ്യത്തിൽ വലിയ സ്വാധീനം ചെലുത്തും. മറ്റൊരു പ്രധാന കാര്യം പച്ചക്കറികളാണ്. ജപ്പാൻകാരുടെ ഭക്ഷണത്തിൽ പച്ചക്കറികൾക്ക് വളരെ വലിയ സ്ഥാനമുണ്ട്. അവ ഒരു സൈഡ് ഡിഷ് മാത്രമല്ല, ഭക്ഷണത്തിന്റെ പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ്. വിവിധ നിറത്തിലുള്ള പച്ചക്കറികൾ അവർ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നു, കാരണം ഓരോ നിറവും വ്യത്യസ്ത പോഷകങ്ങൾ നൽകുന്നു. നമ്മുടെ പഴയ ഭക്ഷണ രീതിയിലും ഇതേ ആശയം ഉണ്ടായിരുന്നു. വീട്ടുവളപ്പിൽ ലഭിക്കുന്ന വിവിധ പച്ചക്കറികൾ ഭക്ഷണത്തിന്റെ ഭാഗമായിരുന്നു. എന്നാൽ ഇന്ന് പലപ്പോഴും പച്ചക്കറികൾ സ്ഥാനം കുറയ്ക്കുകയും പാക്കറ്റ് ഭക്ഷണങ്ങളുടെ സ്ഥാനം കൂടുകയും ചെയ്തിട്ടുണ്ട്. ജപ്പാൻകാരുടെ മറ്റൊരു പ്രത്യേകത ചെറിയ അളവിൽ പലതരം ഭക്ഷണങ്ങൾ കഴിക്കുന്നതാണ്. ഒരു വലിയ വിഭവം മാത്രം കഴിക്കുന്നതിന് പകരം അരി, മീൻ, പച്ചക്കറി, സൂപ്പ്, മറ്റു ചെറിയ വിഭവങ്ങൾ എന്നിവ ചേർത്ത് ഒരു സമതുലിതമായ ഭക്ഷണമാണ് അവർ തിരഞ്ഞെടുക്കുന്നത്. ഇത് ശരീരത്തിന് വിവിധ പോഷകങ്ങൾ ലഭിക്കാൻ സഹായിക്കുന്നു. സൂപ്പിനും അവരുടെ ഭക്ഷണത്തിൽ വലിയ സ്ഥാനമുണ്ട്. ഒരു ബൗൾ ചൂടുള്ള സൂപ്പ് ഭക്ഷണത്തിന്റെ ഭാഗമാകുമ്പോൾ വയറ് നിറഞ്ഞതുപോലെ തോന്നാനും അമിതമായി ഭക്ഷണം കഴിക്കാതിരിക്കാനും സഹായിക്കുന്നു. ഇവയെല്ലാം ചേർത്ത് നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്: ജപ്പാൻകാരുടെ ഭക്ഷണ രീതിയുടെ അടിസ്ഥാനം അളവിനേക്കാൾ ഗുണനിലവാരത്തിലാണ് പ്രാധാന്യം നൽകുന്നത് എന്നതാണ്. അവർ ഭക്ഷണം ഒരു മരുന്ന് പോലെ കഴിക്കില്ല, അതുപോലെ നിയന്ത്രണമില്ലാതെ കഴിക്കുന്നുമില്ല. ഈ രണ്ടിനുമിടയിലുള്ള ഒരു സന്തുലിതാവസ്ഥ, അതാണ് അവർ പാലിക്കുന്നത്. അതുകൊണ്ടാണ് അവരുടെ ഭക്ഷണ രീതി ലോകമെമ്പാടുമുള്ള ആരോഗ്യ വിദഗ്ധരുടെ ശ്രദ്ധ നേടുന്നത്. അവരുടെ പ്രഭാത ഭക്ഷണം ശ്രദ്ധിക്കേണ്ട ഒന്നാണ്, കാരണം പല രാജ്യങ്ങളിലും രാവിലെ ഭക്ഷണം എന്നത് പെട്ടെന്ന് കഴിച്ചു തീർക്കേണ്ട ഒരു കാര്യമായി മാറിയിട്ടുണ്ട്. എന്നാൽ ജപ്പാനിൽ പ്രഭാത ഭക്ഷണത്തിന് ഇപ്പോഴും വലിയ പ്രാധാന്യമുണ്ട്. അവിടുത്തെ ഒരു സാധാരണ പ്രഭാത ഭക്ഷണം നോക്കിയാൽ അത് നമ്മുടെ ധാരണകളിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിരിക്കും. അരി, സൂപ്പ്, മീൻ, പച്ചക്കറികൾ എന്നിവ പലപ്പോഴും അതിന്റെ ഭാഗമായിരിക്കും. ആദ്യമായി കേൾക്കുമ്പോൾ അതൊരു ഉച്ചഭക്ഷണം പോലെയാണല്ലോ എന്ന് തോന്നാം. പക്ഷെ അവരുടെ കാഴ്ചപ്പാടിൽ രാവിലെ തന്നെ ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കണം എന്നതാണ് പ്രധാന കാര്യം. നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ പലപ്പോഴും രാവിലെ ഭക്ഷണം ഒഴിവാക്കുകയോ അല്ലെങ്കിൽ വളരെ വേഗത്തിൽ എന്തെങ്കിലും കഴിക്കുകയോ ചെയ്യാറുണ്ട്. ചിലർ ഒരു ചായയോ കാപ്പിയോ മാത്രം കുടിച്ച് ദിവസങ്ങൾ തുടങ്ങും. ചിലർക്ക് ജോലിയുടെ തിരക്ക് കാരണം ഭക്ഷണം കഴിക്കാൻ പോലും സമയം കിട്ടാറില്ല. ഇവിടെയാണ് ഒരു വ്യത്യാസം കാണുന്നത്. ജപ്പാൻകാർ ദിവസം തുടങ്ങുമ്പോൾ തന്നെ ശരീരത്തിന് ഊർജ്ജം നൽകുന്ന ഒരു ഭക്ഷണത്തിന് പ്രാധാന്യം നൽകുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ വിശപ്പ് നിയന്ത്രിക്കാനുള്ള, പിന്നീട് അമിതമായി ഭക്ഷണം കഴിക്കാതിരിക്കാനും സഹായിക്കുന്നു.
ഇത് കേൾക്കുമ്പോൾ ജാപ്പനീസ് ഭക്ഷണം തന്നെ കഴിക്കണമെന്നല്ല, പക്ഷെ ഒരു പാഠം ഇവിടെ നിന്ന് പഠിക്കാം. ദിവസത്തിലെ ആദ്യ ഭക്ഷണത്തെ അവഗണിക്കാതെ കഴിയുന്നത്ര സമതുലിതമായ ഒരു ഭക്ഷണത്തോടെ ദിവസം തുടങ്ങുക എന്നതാണ് ആരോഗ്യത്തിന് വലിയ സഹായം. മറ്റൊരു പ്രധാന കാര്യം പഞ്ചസാരയുടെ താരതമ്യേന കുറഞ്ഞ ഉപയോഗമാണ്. അവർ മധുരപലഹാരങ്ങൾ കഴിക്കാറില്ല എന്നല്ല, പക്ഷെ പല രാജ്യങ്ങളിലെയും പോലെ അമിതമായി മധുരം അവരുടെ ഭക്ഷണത്തിന്റെ പ്രധാന ഭാഗമല്ല. ഇന്ന് നമ്മൾ ഒരു ദിവസം എത്ര പഞ്ചസാര കഴിക്കുന്നുവെന്ന് കൃത്യമായി കണക്കാക്കിയാൽ പലരും അത്ഭുതപ്പെടും. ചായ, കാപ്പി, ബിസ്ക്കറ്റ്, ശീതള പാനീയങ്ങൾ, മധുരപലഹാരങ്ങൾ, അറിയാതെ തന്നെ പഞ്ചസാരയുടെ അളവ് കൂടിക്കൊണ്ടിരിക്കുന്നു. ജപ്പാനിൽ ഗ്രീൻ ടീ വളരെ ജനപ്രിയമാണ്. പക്ഷെ അതിന്റെ രഹസ്യം ഗ്രീൻ ടീയിൽ മാത്രമല്ല, പലരും അത് പഞ്ചസാര ചേർക്കാതെയാണ് കുടിക്കുന്നത്. അതായത് ശരീരത്തിലേക്ക് അനാവശ്യമായ കലോറി എത്തുന്നത് കുറയുന്നു. നമ്മൾക്ക് ഗ്രീൻ ടീ കുടിക്കേണ്ടതില്ല, പക്ഷെ ഒരു ദിവസം ഉപയോഗിക്കുന്ന പഞ്ചസാരയുടെ അളവൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ വലിയ മാറ്റം കാണാൻ കഴിയും. ചിലപ്പോൾ ആരോഗ്യകരമായ ജീവിതത്തിന്റെ തുടക്കം വലിയ തീരുമാനങ്ങളിലല്ല, ചെറിയ കുറവുകളിലാണ്. ജപ്പാനിൽ ഭക്ഷണം വിളമ്പുന്ന രീതിയും വളരെ രസകരമാണ്. ചെറിയ ചെറിയ പാത്രങ്ങളിലാണ് അവർ വിഭവങ്ങൾ വിളമ്പുന്നത്. ആദ്യമായി കാണുന്നവർക്ക് ഇത് വളരെ ചെറിയ അളവിലുള്ള ഭക്ഷണം പോലെ തോന്നാം, പക്ഷെ ഇതിന് പിന്നിൽ ഒരു മനഃശാസ്ത്രപരമായ കാര്യമുണ്ട്. ഒരു വലിയ പ്ലേറ്റിൽ ഭക്ഷണം കാണുമ്പോൾ കൂടുതൽ കഴിക്കാൻ നമുക്ക് തോന്നും. എന്നാൽ ചെറിയ പാത്രത്തിൽ വിളമ്പുമ്പോൾ കുറച്ച് ഭക്ഷണം പോലും മതിയായതായി നമുക്ക് തോന്നും. നമ്മുടെ വീടുകളിലും പലപ്പോഴും ഭക്ഷണത്തിന്റെ അളവ് അറിയാതെ കൂടിപ്പോകുന്നത് വലിയ പാത്രങ്ങളുടെയും വലിയ പ്ലേറ്റുകളുടെയും സ്വാധീനമാണ്. ജപ്പാൻകാർ ഭക്ഷണത്തിന്റെ അളവ് നിയന്ത്രിക്കാൻ ഈ രീതിയും ഉപയോഗിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ വളരെ ചെറിയ കാര്യം പോലെ തോന്നാം, പക്ഷേ വർഷങ്ങളോളം തുടരുന്ന ചെറിയ ശീലങ്ങളാണ് ആരോഗ്യത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. ജപ്പാനിലെ ഒക്കിനാവ എന്ന പ്രദേശത്തെക്കുറിച്ച് ലോകം പ്രത്യേകമായി ശ്രദ്ധിക്കുന്നത് അവിടെ ജീവിക്കുന്ന വയോധികരെയാണ്. 90 വയസ്സും 100 വയസ്സും പിന്നിട്ട ആളുകൾ പോലും അവിടെ സജീവമായ ജീവിതം നയിക്കുന്നതായി പഠനങ്ങൾ കാണിക്കുന്നു. അവരുടെ ജീവിതം നോക്കിയാൽ ഒരു കാര്യം വ്യക്തമാണ്: അവർ ആരോഗ്യത്തെ ഒരു പ്രത്യേക പദ്ധതിയായി കാണുന്നില്ല. ആരോഗ്യകരമായ ജീവിതം അവരുടെ ദൈനംദിന ശീലങ്ങളുടെ ഭാഗമാണ്. അവർ സാധാരണയായി ആവശ്യത്തിലധികം ഭക്ഷണം കഴിക്കാറില്ല. ശരീരത്തിന് കഴിയുന്നത്ര ചലനം നൽകും. പ്രായമായാലും വീട്ടിലോ തോട്ടത്തിലോ ചെറിയ ജോലികളിൽ ഏർപ്പെടും. ഏറ്റവും പ്രധാനമായി ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു. ഭക്ഷണം മാത്രം ദീർഘായുസിന് കാരണമാകില്ല എന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഒക്കിനാവ. നല്ല ഭക്ഷണം, സജീവമായ ജീവിതം, മാനസിക സമാധാനം, സാമൂഹിക ബന്ധങ്ങൾ ഇവയെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ആരോഗ്യകരമായ വാർദ്ധക്യം സാധ്യമാകുന്നത്. ഇനി മറ്റൊരു കാര്യമാണ് ഫാസ്റ്റ് ഫുഡും ജപ്പാനും. ജപ്പാനിലും ഫാസ്റ്റ് ഫുഡ് കടകളുണ്ട്. പിസയും ബർഗറും ഫ്രൈഡ് ഭക്ഷണങ്ങളും അവിടെയുമുണ്ട്. പക്ഷെ ഒരു പ്രധാന വ്യത്യാസം അവിടുത്തെ പലരും ഇപ്പോഴും പരമ്പരാഗത ഭക്ഷണ രീതിയെ പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ടില്ല എന്നതാണ്. ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വീട്ടിലെ ഭക്ഷണത്തിന് പകരം പാക്കറ്റ് ഭക്ഷണങ്ങളും റെഡി ടു ഈറ്റ് ഭക്ഷണങ്ങളും കൂടുതലായി ഉപയോഗിക്കുന്ന പ്രവണതയാണ്. നമ്മുടെ ജീവിതത്തിലും ഈ മാറ്റം കാണാം. സമയം ലാഭിക്കാൻ വേണ്ടി നാം പലപ്പോഴും എളുപ്പവഴികൾ തിരഞ്ഞെടുക്കുന്നു. അതിൽ തെറ്റൊന്നുമില്ല, പക്ഷെ അത് സ്ഥിരമായി ശീലമാകുമ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ജപ്പാൻകാരുടെ ഒരു പ്രത്യേകത അവർ ആധുനിക ജീവിതം സ്വീകരിച്ചിട്ടും പഴയ നല്ല ഭക്ഷണശീലങ്ങൾ കഴിയുന്നത്ര നിലനിർത്താൻ ശ്രമിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വികസിത രാജ്യങ്ങളിൽ ഒന്നായിട്ടും അവരുടെ പരമ്പരാഗത ഭക്ഷണ രീതിക്ക് ഇന്നും വലിയ സ്ഥാനമുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളവ എന്തൊക്കെയാണെന്ന് പറയാം. ജപ്പാൻകാരുടെ ജീവിത രീതിയെക്കുറിച്ചും ഇത്ര സമയം സംസാരിച്ച ശേഷം ഒരു ചോദ്യം സ്വാഭാവികമായി ഉയരുന്നുണ്ട്: നമുക്കും ജപ്പാൻകാരെ പോലെ ജീവിക്കേണ്ടതുണ്ടോ? ഉത്തരം ഇല്ല എന്നതാണ്. കാരണം ഓരോ രാജ്യത്തിനും ഓരോ സംസ്കാരമുണ്ട്. ഓരോ സ്ഥലത്തിനും സ്വന്തം ഭക്ഷണ രീതിയുമുണ്ട്. ജപ്പാൻകാരുടെ ഭക്ഷണം അതേപടി അനുകരിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ അവരുടെ ചില ശീലങ്ങൾ നമ്മൾക്ക് വലിയ പാഠങ്ങളാണ്. വയർ നിറയുന്നതിന് മുൻപ് ഭക്ഷണം നിർത്താൻ പഠിക്കുക. പച്ചക്കറികളുടെ അളവ് കൂട്ടുക. മീൻ പോലുള്ള പോഷകസമൃദ്ധമായ ഭക്ഷണങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുക. പഞ്ചസാരയുടെ ഉപയോഗം കുറയ്ക്കുക. പതുക്കെ ഭക്ഷണം കഴിക്കുക. പ്രോസസ്ഡ് ഭക്ഷണങ്ങൾ പരമാവധി കുറയ്ക്കുക. ദിവസവും ശരീരം ചലിപ്പിക്കുക. ഇവ കേൾക്കുമ്പോൾ വളരെ സാധാരണമായ കാര്യങ്ങൾ പോലെ തോന്നാം. എന്നാൽ ദീർഘായുസിന്റെ രഹസ്യം പലപ്പോഴും ഇത്തരത്തിലുള്ള സാധാരണ ശീലങ്ങളിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. ജപ്പാൻകാരുടെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് ഏറ്റവും വലിയ പാഠം ഇതുതന്നെയാണ്. ആരോഗ്യം എന്നത് ഒരു ദിവസം കൊണ്ടുണ്ടാകുന്ന ഒന്നല്ല, വർഷങ്ങളോളം തുടർച്ചയായി ചെയ്യുന്ന ചെറിയ നല്ല തീരുമാനങ്ങളുടെ ഫലമാണ്. ജപ്പാനിലെ ദീർഘായുസിന്റെ രഹസ്യം ഒരു അത്ഭുത ഭക്ഷണത്തിലോ വില കൂടിയ മരുന്നിലോ അല്ല, ഭക്ഷണത്തെ കാണുന്ന അവരുടെ സമീപനത്തിലും ജീവിതശൈലിയിലുമാണ്. അവർ കുറച്ച് കൂടുതൽ ശ്രദ്ധയോടെ ഭക്ഷണം കഴിക്കുന്നു, ശരീരത്തിന് ആവശ്യമായതിനെ ബഹുമാനിക്കുന്നു, ചെറിയ ശീലങ്ങളെ വർഷങ്ങളോളം പിന്തുടരുന്നു. അതുകൊണ്ടാണ് ഇന്ന് ലോകം അവരുടെ ജീവിത രീതിയെ പഠിക്കുന്നത്. നമ്മളെല്ലാം ഒരേ സമയം മാറ്റേണ്ടതില്ല, പക്ഷെ ഇന്നു മുതൽ ഒരു ചെറിയ മാറ്റം കൊണ്ടുവരാം. ഒരു നേരം ഭക്ഷണം കുറച്ച് ശ്രദ്ധയോടെ കഴിക്കാം. പഞ്ചസാര കുറയ്ക്കാം. കൂടുതൽ പച്ചക്കറികൾ ഉൾപ്പെടുത്താം. ശരീരത്തെ കുറച്ചുകൂടി പരിപാലിക്കാം. വർഷങ്ങൾക്കു ശേഷം നോക്കുമ്പോൾ ആ ചെറിയ മാറ്റങ്ങളായിരിക്കും നമ്മുടെ ആരോഗ്യത്തിൽ ഏറ്റവും വലിയ വ്യത്യാസം സൃഷ്ടിച്ചിട്ടുണ്ടാവുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കാനും ഇത്തരത്തിലുള്ള അറിവ് നിറഞ്ഞ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി.